ഏറ്റവും പ്രധാനമായി നമ്മൾ വിവിധ മേഖലകളിൽ നിന്ന് എന്തൊക്കെ സംഭവിക്കുന്നു, അവിടെ എന്തൊക്കെയാണ് വാർത്തകൾ പുരോഗമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ നോക്കുകയാണ്. വിവിധയിടങ്ങളിൽ നിന്ന് റിപ്പോർട്ടർമാരും തയ്യാറാണ്. കോഴിക്കോട് നിന്ന് മുഹമ്മദ് അസ്ലമുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, കൊച്ചിയിൽ നിന്ന് സിജോ വി ജോൺ എന്നിവരാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ആദ്യം നമ്മൾ വടക്കൻ കേരളത്തിലേക്ക് തന്നെ പോവുകയാണ്. കാരണം അവിടെ ഞാൻ ആദ്യം പറഞ്ഞ പാലക്കാട് BJPയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. നിലവിൽ ഒരു നഗരസഭ മാത്രമാണ് കേരളത്തിൽ BJP കൈയാളുന്നത്, അത് പാലക്കാടാണ്. അപ്പോൾ നിലവിലെ ഈ പ്രശ്നങ്ങൾ, ഈ നഗരസഭ ഭരണം BJPക്ക് നഷ്ടമാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കാണുന്നത്. ഇന്നിപ്പോൾ 10 മണിക്ക് ജില്ലാ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നുണ്ട്. ജില്ലാ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നതിനെതിരെയാണ് നിലവിൽ വിമതരൊക്കെ രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ രാജ്യഭീഷണി മുഴക്കിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് പിന്നാലെ അതൃപ്തരായ നേതാക്കൾ അവരുടെ നിലപാട് അറിയിക്കും. അവരുടെ നിലപാട് എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് പാളയത്തിലേക്ക് അവരെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നലെ തന്നെ സന്ദീപ് വാര്യർ തുടങ്ങി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇന്നൊരു വാർത്തയിൽ വ്യക്തത വരേണ്ടതുണ്ട്. മറ്റൊന്ന്, കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഒരു അവിശ്വാസ പ്രമേയമുണ്ട്. ഈ അവിശ്വാസ പ്രമേയം ശ്രദ്ധേയമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ CPM ലീഗ് പാർട്ടികൾ കൊണ്ടുവരുന്ന പ്രമേയത്തെ കോൺഗ്രസ് കൂടെ പിന്തുണയ്ക്കുകയാണ്. കാരണം ധാരണ പ്രകാരം ലീഗിന് ഭരണം കൈമാറേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ ഭരണം കൈമാറാത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കാനുള്ള ഒരു നീക്കമൊക്കെയാണ് ഇന്നിപ്പോൾ അവിടെ നടക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ എന്തൊക്കെയാണെന്ന് അറിയാം. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജിൽസി. അസ്ലം, ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുകയാണ് പാലക്കാട് BJPയിലെ ഭിന്നത. ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷന്മാരെ വിവിധയിടങ്ങളിൽ ജില്ലാ അധ്യക്ഷന്മാരെ വിവിധയിടങ്ങളിൽ പ്രഖ്യാപിക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ പാലക്കാട് ജില്ലാ അധ്യക്ഷനെതിരെ തന്നെയാണ് പ്രതിഷേധം. അപ്പോൾ ഇന്നൊരു തീരുമാനം പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാരുടെ നീക്കം എന്തായിരിക്കും തുടങ്ങിയതൊക്കെ ആയിരിക്കും വലിയ വാർത്തയായി വരിക. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം കോഴിക്കോട് കൂരാച്ചുണ്ടിലെ വാർത്തയുടെ വിശദാംശങ്ങളും. പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവനെ പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണ് വലിയ ശക്തമായ ഒരു പ്രതിഷേധവും അതോടൊപ്പം തന്നെ പൊട്ടിത്തെറിയും BJPയിൽ രൂപപ്പെടാനിരിക്കുന്നത്. കഴിഞ്ഞാൽ തന്നെ 6 കൗൺസിലർമാർ, പ്രധാനപ്പെട്ട ദേശീയ സമിതി അംഗം, സംസ്ഥാന ട്രഷറർ അടക്കമുള്ള 6 കൗൺസിലർമാർ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർ യോഗം ചേരുകയും പ്രശാന്ത് ശിവൻ തന്നെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ രാജി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള മുന്നറിയിപ്പ് അത് നൽകിയിട്ടുണ്ട്. പരസ്യമായി അവരാരും മാധ്യമങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ പോലും അവരുടെ തീരുമാനമെന്ന് പറയുന്നത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം ഈ നേതാക്കളുമായി നിരന്തരമായ സംഭാഷണത്തിലാണ്. കാരണം പാലക്കാട് നഗരസഭയിൽ ഈ 6 പേരും രാജിവെക്കുകയാണെങ്കിൽ പാലക്കാട് നഗരസഭയിൽ BJPക്ക് പൂർണ്ണമായി തന്നെ ഭരണം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തെ പ്രശാന്ത് ശിവന്റെ പ്രഖ്യാപനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പിന്നെ ഈ നേതാക്കളെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടിയിലെ മറ്റു ചില സാധ്യതകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരനുനയിപ്പിക്കാൻ ശ്രമമാണ് നടക്കുന്നത്. ഇതിലെല്ലാവരും തന്നെ ഹാർഡ് കോർ BJPയും ഹാർഡ് കോർ RSുമായതിനാൽ തന്നെ രാജിവെച്ച് മറ്റു പാർട്ടിയിലേക്ക് പോകില്ല എന്നാണ് BJP നേതൃത്വത്തിന്റെയും RS നേതൃത്വത്തിന്റെയൊക്കെ വിശ്വാസം. അതേസമയം അവർ ഉന്നയിക്കുന്ന പ്രശ്നം വളരെ നേരത്തെ ഉള്ളതാണ്. C. കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അത് പരിഹരിച്ചില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് സന്ദീപ് വാര്യരൊക്കെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് പോയ സാഹചര്യത്തിൽ അവിടെ നിന്നുള്ള ചില ശ്രമങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്ന് എന്ത് സംഭവിക്കുക എന്നുള്ളതാണ് പാലക്കാട്ടെ അവസ്ഥ. രാജിവെക്കുമെന്നുള്ള ഉറച്ച് അവർ പ്രശാന്ത് ശിവനെ പ്രഖ്യാപിച്ചാൽ അപ്പോൾ തന്നെ രാജി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് രാവിലെ 10 മണിക്കാണ് BJP ജില്ലാ പ്രസിഡന്റ് പ്രഖ്യാപിക്കുക. സ്വാഭാവികമായിട്ടും പ്രശാന്ത് ശിവൻ തന്നെ പ്രസിഡന്റായിട്ട് വരും. അത് കഴിഞ്ഞ ഉടൻ തന്നെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് അവർ നിലപാട് അറിയിക്കും. ഇതിലേക്ക് അവരുടെ അനുനയം വിജയിക്കുകയാണെങ്കിൽ അവർ രാജിവെക്കില്ല, അതേസമയം മറ്റു നടപടികളിലേക്ക് പോകും. അനുനയം വിജയിച്ചില്ലെങ്കിൽ 6 കൗൺസിലർമാരും രാജിവെക്കുമെന്നാണ് നിലവിലെ അവസ്ഥ. ജിൽസി, ക്ഷമിക്കണം, കൂരാച്ചിനെ സംബന്ധിച്ചുള്ള അവിശ്വാസ പ്രമേയത്തിന്റെ കാര്യം ജിൽസി പറഞ്ഞിരുന്നു. അവിടെ UDFിലെ ധാരണ പ്രകാരം മുസ്ലിം ലീഗിന് അവസാന വർഷ ഭരണം നൽകേണ്ടതാണ്. അതേസമയം പോളി കാരക്കാട് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കാൻ തയ്യാറായില്ല. DCC ആവശ്യപ്പെട്ടിട്ടും രാജിവെക്കാൻ തയ്യാറായില്ല. കോൺഗ്രസ് അയാളെ സസ്പെൻഡ് ചെയ്തു. ഇന്ന് അയാളെ പുറത്താക്കുന്നതിന് വേണ്ടി ഒരു അവിശ്വാസ പ്രമേയം വരികയാണ്. CPMന്റെ പിന്തുണയോടുകൂടി മുസ്ലിം ലീഗാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. അതേസമയം ആ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ DCC പഞ്ചായത്ത് അംഗങ്ങൾക്ക്, കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരാം തന്നെ വിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് പോളി കാരക്കാട് ഒഴികെ ബാക്കി എല്ലാവരും ഇന്നത്തെ അവിശ്വാസ പ്രമേയം പിന്തുണയ്ക്കും. സ്വാഭാവികമായിട്ടും പോളി കാരക്കാടിന് ആ ഭരണം ഒഴിയേണ്ടി വരും. തുടർന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും വീണ്ടും ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. കാരണം അവിടെ മതിയായ ഭൂരിപക്ഷം ഇയാൾ പോളി കാരക്കാടിനെ മാറ്റിവെച്ചാൽ പോലും UDFിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ ഒരു കൗതുകം അപ്പുറത്തേക്ക് വേറെ
പ്രശ്നങ്ങൾ UDF-ന് തന്നെ ഭരണം നിൽക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റമായിരിക്കും ഇന്നത്തോടുകൂടി ഉണ്ടാവും. എന്തായാലും രാവിലെ അത് 10 മണിയോടുകൂടി തന്നെ ആ വിശ്വാസ പ്രമേയ നടപടി ഉണ്ടാവും. മറ്റത് ഇന്നലെ ഉണ്ടായ ഒരു ദൗർഭാഗ്യകരമായ ഒരു വാർത്തയുടെ തുടർച്ചയാണ്. തിക്കുടിയിലെ ഡ്രൈവിംഗ് ബീച്ചിൽ ഇന്നലെ വിനോദസഞ്ചാരികളായ വയനാട് സ്വദേശികളായ 4 പേർ മരിച്ചിരുന്നു. അവരുടെ പോസ്റ്റ്മോർട്ടം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് നടക്കും. അതിനുശേഷമായിരിക്കും മൃതദേഹം വിട്ടുകൊടുക്കുക. എന്തായാലും അതിന്റെ നടപടിക്രമങ്ങൾ കൂടി ഇന്നുണ്ടാവും. ജിൽസി. ശരി അസ്ലം, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വടക്കൻ കേരളത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ.